ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കുട്ടീനെ അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പീച്ചീസിലാണ് നമുക്ക് ടെമ്പററി വന്നിട്ടുള്ളത്. ഇനി അവിടെ പോയി അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ ചേരാം, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ കൊടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പട്ടികാടുന്ന് കുറച്ച് പോർക്കിറച്ചി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോർക്കിറച്ചിയൊക്കെ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പം എന്നിട്ട് മതിയാണ്. അപ്പോൾ നമുക്കൊരു ഇളനീരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളതിൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇറച്ചിയിലേക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാനാണത്. കുറേയൊക്കെ നമ്മുടെ വയലിക്ക് പോയി. അത് പിന്നെ അരിയുമ്പോൾ കുറുനരി കുറേശ്ശെ മോഷ്ടിക്കുമല്ലോ. അതേത് കുറുനരിയ? വേറൊരു കൈ വരുന്നുണ്ടല്ലോ. ഉള്ളിന്ന് ഇത് മൂക്കാത്ത തേങ്ങ തന്നെയാണ് കിട്ടാൻ ഭയങ്കര ഒരു പാടാണ് കേട്ടാ. അതെ, ഇറച്ചി ഇവിടെ പാകമായിട്ടിരിക്കുന്നു. ഇല്ല, പാകമായിട്ടില്ലേ, വിസിൽ വന്നിട്ടില്ല. തീർന്നില്ലേ? തീ കത്തിക്കാണ്ട് വിസില് അമ്മയാണ്. അപ്പം നമ്മൾ ഇന്നതേ ഈ വെയിൽ കണ്ടപ്പോൾ നമ്മുടെ മുളകൊക്കെ പൊടിപ്പിച്ചു കൊടുന്നു കേട്ടോ. കാശ്മീരി ചില്ലിയും ഉണ്ട്, സാധാ ചില്ലിയും കൂടിയിട്ട് മിക്സഡാണ്. അപ്പം നമുക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയുണ്ട് കേട്ടോ. മല്ലി വേറെ പൊടിപ്പിച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മുളക്. നമുക്ക് ഇറച്ചിക്ക് ആവശ്യത്തിനായിട്ട് പുതിയ എടുക്കാം. 1 2 നമ്മൾ കാന്താരി എടുത്തിട്ടുള്ള കാരണം ചുവന്നുള്ളത് കുറച്ചെടുക്കണം കേട്ടോ. അതെ, നമുക്ക് നന്നായി ചുമക്ക വറക്കണം കേട്ടോ. നമുക്ക് വറക്കാം. നമ്മുടെ ഗടിയെത്തി. പിന്നെന്താണ്? അതെ, പീച്ചിലാണ് കിട്ടിയിട്ടുള്ളത്. 12 ഇവിടെ കിട്ടി ഗവൺമെന്റില്. അതൊരു ഭാഗ്യം. 2-3 അലോട്ട്മെന്റ് കൂടി ഉണ്ട്. അതുകൂടെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത് കിട്ടാൻ വഴിയുണ്ട്. അത് നോക്കിയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാ. പ്രൈവറ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര കാശ് എണ്ണി കൊടുക്കണേ. അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. 2 ദിവസമായിട്ട് വെയിലൊക്കെ ഉണ്ട്. മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടുക കാരണം നമുക്ക് നമ്മുടെ മുളകൊക്കെ ഒന്ന് മഴയ്ക്ക് മുന്നായിട്ട് നമ്മൾ മുളക് മേടിച്ചു കൊണ്ട് വെച്ചു. പിറ്റേ ദിവസത്തേക്ക് അടിപൊളി മഴ കേട്ടാ. മുളക് പൂത്ത പോകുന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ വെയിൽ നമ്മൾ ഉണക്കി എടുത്തിട്ട് കൊടയെ കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടാ. പിന്നെ ഞാൻ വാഴ വെട്ടി കൊണ്ടു വെച്ചിട്ടാ. ഞാനല്ല, സോറി, അച്ഛനറിയാവുന്ന ഞാനല്ല വട്ടം ഞാൻ വെട്ടി വെച്ചിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് കഷ്ടപ്പെട്ടാ പാവ അച്ഛൻ പോയി. അവൻ പറഞ്ഞിട്ടാ ഞാൻ വെട്ടിയത്. അതാണ് അവൻ. പിന്നെ ഡ്രസ് ഉണ്ടായിട്ടാ. അപ്പൊ മീൻ പിടിക്കാൻ പോയപ്പോ ഈ ചുമപ്പ് ഡ്രസ് ഇട്ടാ പോയിടന്നെ. പറഞ്ഞ സംഭവം എന്താണ്? പോത്തുത്താന്നു വേഗം ഊരിട്ട് പുകയിലിട്ടാ. ശരിക്ക് മേടിച്ചു. അത് പശുക്കൾക്ക് കുഴപ്പമില്ല. പക്ഷെ പോത്ത് അതെന്താന്നറിയില്ല. അത് ഊരി മാറ്റിയപ്പോ പിന്നെ കുഴപ്പമുണ്ടായില്ല. ഒരു ബഹളം വെച്ചില്ല. അത് ഭയങ്കര തന്നെയാട്ടോ. അത് നമ്മൾ പലരും പറയണ കേട്ടിട്ടുള്ളൂ. പക്ഷെ നമുക്കത് അനുഭവമായി. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം എന്തായി? എവിടം വരെ എത്തി പരിപാടികൾ? പല പരിപാടി എന്തുണ്ടല്ലേ? നാളെ അരിക്കുള്ളതാണോ?
അപ്പൊ നമുക്ക് ഒരു ഇളനീര് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ കൊത്തെടുത്ത് മാത്രമല്ല അത് നമ്മൾ ഇടാറില്ല. ശരിക്കും മൂത്തതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചെള്ളല്ലേ? അതെ, മൂത്ത നാളേരം വേണം. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വെറുതെ കളയാതെ അരയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും വെറുതെ കളയുമ്പോഴൊക്കെ നമ്മൾ അരച്ചത് കേട്ടാ, പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇളക്കിക്കൊണ്ടിരിക്കാനില്ല. ഞാൻ പതിവായിട്ട് ഇളക്കണായതുകൊണ്ട് എനിക്കൊരു കുറ്റപ്പേരുണ്ട്, ഇളക്കൽക്കാര്. രണ്ടാഴ്ച കഴിഞ്ഞ സ്കൂളിൽ പോണ്ടേ? നോക്കൂ ഞാൻ നോക്കില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പത്തേ നമ്മള് സബോള ഇഞ്ചി പച്ചമുളക് നന്നായി വഴറ്റിയിട്ട് മുളക് പൊടി നമുക്ക് സെപ്പറേറ്റ് വറുത്തു കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ ആ കളർ നമുക്ക് ശരിക്കും കിട്ടില്ല. മലയാളം പറയുന്നത് അടിപൊളി പറയുന്നത് അതൊക്കെ നല്ലത്. അങ്ങനത്തെ നാളേരൊക്കെ സെറ്റായി നമുക്ക് വേവിച്ച് വെച്ചാണ് ഇറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതെ, അപ്പൊ നമുക്കിത് വറക്കാനാണ് കേട്ടോ. അതേ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മത് പിടിക്കണമെന്ന് എന്താണ്, എന്നാലും ഞാൻ പിടിക്കുന്നതാണ്. കുറച്ച് കറിവേപ്പില ചാടിപ്പം, കുറച്ച് ചെറുനാരങ്ങ നമ്മൾ വേവിച്ച് നട്ടത് മാറ്റണം, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. അതെ, അപ്പൂസിന് എന്ത് മേടിച്ചാലും ഒരു ഫ്രൈ അത് നിർബന്ധ. ഇവിടെ കറി സെറ്റ് ആവണേ. നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കുരുമുളകും മസാലയിൽ തൂളി കൊടുക്കട്ടാ. അതെ, അപ്പൊ നമുക്ക് പ്രാവശ്യമായിട്ട് കാണിക്കാം. അപ്പൊ നമ്മുടെ കുട്ടൻ്റെ ഫ്രൈ ഒക്കെ ഇതേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. മസാലയാണ് എനിക്ക് മണം കിട്ടാനായിട്ട്. എനിക്ക് ഇറച്ചി ഇത്തിരി കുരുമുളക് കൂടി ഇട്ടണം. അതെ, ഇത്തിരി മസാല ഇട്. ഇത് ഇറച്ചി ഇട്ടണം. നല്ല മണാട്ടോ, ഇത് എനിക്കിഷ്ടമാണ്. ഇളക്കിയോണ്ട് കൊടുക്കാം. അതെ, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയണം. അമ്മ ഉപ്പ് നോക്കിട്ടാ പറയാമണ്ട. ഞാൻ പറയില്ല, കൂട്ടം നോക്കിട്ട് പറഞ്ഞാൽ മതി. അമ്മ പറഞ്ഞോ, കൂട്ടം നോക്കിട്ട് പറ. എന്താണ് പോരായ്മ? സൂപ്പർ. എന്തെങ്കിലും പോരായ്മ ഉണ്ടായില്ലേ? ഇല്ല, ഉപ്പ്. ആ ഉപ്പല്ലേ, ഇത്തിരി പറയാമോ? എരി കറക്റ്റാ, ഉപ്പാണ് ഇത്തിരി കുറവ്. ഒന്നുകൂടി നോക്കാൻ പഠിക്കണം. ഇപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടാ. അപ്പൊ ഇത് നമ്മുടെ പോർക്കിറച്ചിയൊക്കെ റെഡി ഉണ്ട്. ഫ്രൈ റെഡി, ഇതും റെഡി. അപ്പൊ നമുക്ക് കഴിക്കണത് കാണിക്കല്ലേ? അതെ, കൂട്ടനെ എല്ലയൊക്കെ മുറിച്ചത് മുൻകൂട്ടിനെ ഇല മുറിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് അമ്മക്ക് പാത്രം മോറാണ്ട് കഴിഞ്ഞു. ഞാനല്ല, അച്ഛനാ. ഇത്ര കാലം ഇട്ടിട്ട് അറിയില്ല. സദ്യ ഒന്നല്ല കേട്ടാ, പറമ്പിലെങ്ങനെ ഇല നിൽക്കുന്നുണ്ടോ വെട്ടിന്ന് മാത്രം. അതെ, ഹായ് ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാണ് കേട്ടാ. ചക്ക കൂട്ടാണ്ട്
ചക്ക കൂട്ടാനുണ്ട്, പിന്നെ ഫ്രൈ 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 ഉണ്ട്, പോർക്ക് ഫ്രൈ ഉണ്ട്, കറിയുണ്ട്, ചമ്മന്തി ഉണ്ട്. അത് ചാറാണ്. ചാറായി അച്ചാറില്ല, വെറും ചാറ്. അതായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു കേട്ടാ. സൂപ്പർ. ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. ഇഷ്ടപ്പെട്ടെല്ലാരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് ക്ലിക്കായില്ല. അപ്പൊ അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു 6-7 വയസ്സായിട്ടുണ്ടാവുള്ളൂ. നേപ്പാളിയായിരുന്നു. നന്നായി മലയാളം പറയുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടെ ഞാൻ ജനിച്ചു വളർന്നതുകൊണ്ട് ചൂണ്ടൊക്കെ നമ്മളോട് പറഞ്ഞു തരാം. ആൾക്കത് ചൂണ്ടാനുള്ള കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. അതിന് നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ സ്കൂളൊന്നും കൂടുതലുണ്ട്. രണ്ടുപേരോട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. പുതിയൊരു വീഡിയോ പുതിയ ബൈ ബൈ.